പാലിയേക്കര ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടി. മതിയായ സമയം ലഭിച്ചിട്ടും NHAI ഒന്നും ചെയ്തിട്ടില്ല എന്നും ജില്ലാ കളക്ടർ കർശന നടപടിയെടുത്തതിനു ശേഷമാണ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത് എന്നും ഹൈക്കോടതി വിമർശിച്ചു. ദേശീയപാത ഗതാഗത യോഗ്യമാക്കിയോ എന്നതിൽ ജില്ലാ കളക്ടറും ഗതാഗത കുരുക്കിൽ ജില്ലാ പോലീസ് മേധാവിയും റിപ്പോർട്ട് നൽകണം. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, പിരിക്കാൻ വരട്ടെ എന്ന് പറയുന്ന കോടതി എന്തൊക്കെ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്, ഒപ്പം തന്നെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്? പാലിയേക്കരയിലെ ടോൾ മരവിപ്പിച്ച നടപടി ഏതാണ്ട് 6 ആഴ്ചകൾക്ക് മുമ്പാണ്, 1.5 മാസം മുമ്പാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിനെതിരെ ആ നടപടി, മരവിപ്പിച്ച നടപടി ഒഴിവാക്കണം, റദ്ദാക്കണമെന്നാണ് NHAI നിരന്തരം ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ആവശ്യം ഇന്നും ഹൈക്കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല, ടോൾ മരവിപ്പിച്ച നടപടി ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച വരെ ഹൈക്കോടതി നീട്ടുകയുമാണ്. അത് ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് തിരിച്ചടിയാകുന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരം പുറത്തുവരുന്നത്. മാത്രമല്ല, മതിയായ സമയം ലഭിച്ചിട്ടും NHAI ഈ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ, ഇതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന വിമർശനവും കൂടി ഇന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ജില്ലാ കളക്ടറാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ, കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഈ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന നടപടി, അത്തരമൊരു തീരുമാനം ആദ്യമെടുത്തത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വരെയും NHAIക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അതിനുശേഷമാണ് ജില്ലാ കളക്ടർ ഇങ്ങനെ ഒരു നടപടി എടുത്തതിന് ശേഷമാണ് ദേശീയപാത അതോറിറ്റി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത് എന്നുമായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഇന്നത്തെ വിമർശനം. ദേശീയപാത ഗതാഗത യോഗ്യമാക്കിയോ എന്ന കാര്യം തിങ്കളാഴ്ചക്കകം ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി അറിയിക്കണം. അങ്ങനെ ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ദേശീയപാത അതോറിറ്റി ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ജില്ലാ കളക്ടർ പരിശോധിക്കണം. ജില്ലാ കളക്ടർ അക്കാര്യം, ജില്ലാ കളക്ടറുടെ ബോധ്യം എന്താണോ അക്കാര്യം ജില്ലാ കളക്ടർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ തിങ്കളാഴ്ച നേരിട്ട് അറിയിക്കുകയും വേണം. മറ്റൊന്ന്, ജില്ലാ പോലീസ് മേധാവി നൽകേണ്ട റിപ്പോർട്ടാണ്. അത് ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച വിഷയമാണ്. അത്തരം ഗതാഗത കുരുക്ക് സംബന്ധിച്ച വിഷയത്തിലും ജില്ലാ പോലീസ് മേധാവി, തൃശ്ശൂരിലെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടത്. ഇക്കാര്യവും കൂടി പരിശോധിച്ചതിന് ശേഷം പാലിയേക്കരയിലെ ടോൾ പ്ലാസയിലെ, പ്രത്യേകിച്ച് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കുന്നത്. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. ഈ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. എന്തായാലും ദേശീയപാത അതോറിറ്റിക്ക് ഇന്നും തിരിച്ചടിയാണ്. അവർ ഇന്നലെ ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യം 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഈ പണികളെല്ലാം പൂർത്തിയാക്കും എന്ന കാര്യമാണ്. പക്ഷേ ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ അവർ, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇങ്ങനെ നിരന്തരം ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ പണി എങ്ങും എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതി തന്നെ ആവർത്തിച്ചുന്നയിക്കുന്ന വിമർശനം. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഇനി എന്ത് എന്നുള്ള കാര്യം നമുക്കറിയാം തിങ്കളാഴ്ച.